Hi all, welcome to Tech PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആൻഡ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ 41,300 മുതൽ 87,000 രൂപയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റും. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ദെൻ നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി awarded by a university or government after undergoing regular courses of study for not less than 3 years of its equivalent. Diploma or higher regular diploma or its equivalent or higher qualification ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കാറ്റഗറി നമ്പർ വരുന്നത് 677/2022. എക്സാം നടന്നത് 12/6/2023 ആ സമയത്തെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വന്നത് 15,648 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/9/2024 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 145 ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 55.67. ലാസ്റ്റ് അഡ്വൈസ് നടന്ന തീയതി 18/1/2026 ടോട്ടൽ 70 അഡ്വൈസ് ആണ് പോയത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് 2027 എക്സ്പയർ ആവുന്നത്. 10/9/2027 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. സെലക്ഷൻ സ്റ്റേജസ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. 100 മാർക്കിന്റെ OMR എക്സാം വരുന്നുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും 20 മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് വരുന്നത്. ഇനി സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ടോട്ടൽ നമുക്ക് 10 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ്. ആദ്യത്തെ മൊഡ്യൂൾ വരുന്ന സെമി കണ്ടക്ടർ ഡയോഡ്, രണ്ടാമത്തേത് ബേസിക് ഇലക്ട്രിക്കൽ, ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ടെലിവിഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത്രയാണ് എന്ത് വരുന്ന സിലബസിന്റെ ഓവർവ്യൂ. ഇനി ഓരോ മൊഡ്യൂൾസിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ്. അതിൽ വരുന്ന ടോപ്പിക്കുകൾ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഡോപ്പിംഗ്, P&N ടൈപ്പ്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്, PN ജംഗ്ഷൻ, ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറന്റ്, ഡെപ്ലീഷൻ ലെയർ, potential barrier, PN junction under forward and reverse bias, breakdown on diodes, Zener and avalanche breakdown, VI characteristics of PN junction diode, static and dynamic resistance, different types of diodes, adile power, Zener, varactor and tunnel diodes വരുന്നുണ്ട്. Then PN junction diodes, DC load line analysis, half wave rectifier, full wave rectifier, bridge rectifier, capacitor filter circuit, Zener diode, regulator circuits ഇത്രയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ആദ്യത്തെ മൊഡ്യൂൾ 10 മാർക്കിന്റെ സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക്സ് ബൈ VK മെഹ്ത്ത ആൻഡ് രോഹിത് മെഹ്ത്ത, എസ്റ്റൻസ് പബ്ലിക്കേഷൻ. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ മൊഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്, നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ വരുന്നത് നെറ്റ്വർക്ക് തിയറത്തിന്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് സൂപ്പർ പൊസിഷൻ തിയറം, നെറ്റ് തെവനിൻസ് തിയറം, നോർട്ടൺ തിയറം, റെസിപ്രോസിറ്റിംഗ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഓൾട്ടർനേറ്റീവ് കറന്റ് വരുന്നുണ്ട്, വേവ് ഫോം, ടൈം പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഡിഫറൻസ്, RMS വാല്യൂ, ആവറേജ് വാല്യൂ, AC ത്രൂ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്, Q factor of a coil, resonance circuit, RLC series and parallel circuit, inductive reactance, capacitive reactance and impedance, line voltage and current, phase voltage and current in three-phase system, star and delta connection, transformer losses in transformers, then auto transformer, power transformers. Then DC generator വരുന്നുണ്ട്. അതിൽ EMF equation of DC generator, DC shunt generator, commutator in DC machines, DC motors, Fleming's left hand rule, shunt series compound motor, speed control using field control and armature voltage control, alternators, relationship between frequencies and number of poles,
3-phase induction motor, case and slip ring induction motor, starting of AC motor, 3-phase induction motor, single phase induction motor, universal motor and stepper motor. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കലിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ JB ഗുപ്ത. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഇൻക്ലൂഡഡ് ആണ്. വേണ്ട ന്യൂമറിക്കൽസും ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, കറണ്ട് റിലേഷൻ, collector current in terms of base current and leakage current, input and output characteristics, determination of input and output resistance, CC configuration, expression of emitter current in terms of base current and leakage current, comparison of common base, common emitter and common collector, then current gain, voltage gain and leakage current, transistor biasing techniques, DC load line, fixing the operating point, need for stabilization, different biasing method, working of a single stage common emitter transistor amplifier, then JFET വരുന്നുണ്ട്, P channel and N channel FET, comparison with bipolar transistors, advantages and disadvantages, parameters of JFET, MOSFET, അതിന്റെ ടൈപ്സ്, ഡിപ്ലീഷൻ എൻഹാൻസ്മെന്റ് മോഡ്, UJT ഉണ്ട്, then VI characteristics, SMD, types of opto electronic device, photo resistors, photo diodes, photo transistors, photovoltaic cells, LED, LCD, optocoupler, power electronics, UJT, FET, principle and operation of JFET, parameters of JFET, MOSFET, depletion MOSFET, enhancement MOSFET, difference between JFET and MOSFET, SCR, diac, triac, UJT, different commutation circuit, DC motor drives, LVDT, induction heating, dielectric heating, SCR, integrated circuit technology, SMD, advantages, power supply, voltage regulation, line regulation, load regulation, shunt voltage regulators, series voltage regulator, fixed and variable power supplies, protection circuit, current limiting, fold back limiting, SMPS, UPS, different type, online and offline 3 ആണ് വരുന്നത്. അപ്പം ഈ ഒരു മൊഡ്യൂൾ 3-ലെ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്ത മൊഡ്യൂളിലെ കംപ്ലീറ്റ് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. എ ടെക്സ്റ്റ് ബുക്സ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രോണിക് ബൈ RS സെദ്ദ ആൻഡ് എസ്റ്റൺ പബ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് 4-മത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് അനലോഗ്, ഡിജിറ്റൽ മീറ്റേഴ്സ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ക്യൂ മീറ്റർ, CRO, സിഗ്നൽ ജനറേറ്റർ, റെക്കോർഡർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ, ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം വരുന്നുണ്ട്. 5-മത്തെ മൊഡ്യൂൾ OPAM ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സും അതിന്റെ പാരാമീറ്റേഴ്സ് ഓഫ് OPAM, വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, CMRR, slew rate, characteristics of ideal and actual OPAM, inverting amplifier, non-inverting amplifier, voltage followers, comparator, difference amplifier, summing amplifier, integrator, differentiator, zero crossing detector, positive and negative voltage level detector, Schmitt trigger, window detector, logarithmic amplifiers, anti-log amplifier. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത ആ ഒരു മൊഡ്യൂളിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഉണ്ട്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, R2R ലാഡർ ടൈപ്പ് വരുന്നുണ്ട്, D2A കൺവേർട്ടേഴ്സ്, കൗണ്ടർ ടൈപ്പ്, ഡുവൽ സ്ലോപ്പ് ഇന്റഗ്രേഷൻ ആൻഡ് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCs, ഫ്ലാഷ് ADCs, ഹാഫ് വേവ്, ഫുൾ വേവ്, പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ഉണ്ട്, ഫിൽറ്റേഴ്സ്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്, RC ഫേസ് ഷിഫ്റ്റ് ആൻഡ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വരുന്നുണ്ട്, അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ട്രയാങ്കുലർ വേവ് ജനറേറ്റേഴ്സ് ഉണ്ട്, PLL ഉണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ, ലോഗ് റേഞ്ച്, ക്യാപ്ചർ റേഞ്ച്, ആപ്ലിക്കേഷൻ ഓഫ് PLL, VCO, LM566, timer, IC555, then working principle of monostable and unstable multivibrators using IC555. ഇത്രയും കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടും പിന്നെ OPAM-ന്റെ മൊഡ്യൂളും വരുന്നുണ്ട്. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ബൈ HS കൽസി, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി OPAM റിലേറ്റഡ് കൺസെപ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് OPAM ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, രാമാകാർട്ട്
ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് 4th എഡിഷന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് സിലബസിൽ രമാകാന്തിന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ഓപ്പാം ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ബൈ രമാകാന്ത്. ഇനി നമുക്ക് 6ാമത്തെ മൊഡ്യൂൾ ഓസിലേറ്റേഴ്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ വരുന്ന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ബർക്കോഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്, RC ഓസിലേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ദെൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആൻഡ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വരുന്നുണ്ട്, ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റർ ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സിൽ തന്നെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, സിൻക്രണസ് ആൻഡ് അൺസിൻക്രണസ് മെത്തേഡ്സ് ഓഫ് ട്രിഗറിംഗ്, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിംഗ് ട്രാൻസിസ്റ്റേഴ്സ്, triggering methods of monostable multivibrators, then operation of astable multivibrator using transistors, then operation of Schmitt trigger circuit, UTP and LTP വരുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പൾസ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ A. ആനന്ദ് കുമാർ. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. അതിൽ തന്നെ ബൈനറി നമ്പർ സിസ്റ്റം, converting decimal to binary, hexadecimal number system, converting binary to hexadecimal, hexadecimal to binary, converting hexadecimal to decimal, converting decimal to hexadecimal, then octal numbers like binary to octal conversion ഉണ്ട്, decimal, binary, octal, hexadecimal system, then gray code വരുന്നുണ്ട്, BCD code, boolean algebra, switching and logic level, boolean algebrയുടെ theorems, De Morgan's theorem ഉണ്ട്. ഇനി ലോജിക് ഗേറ്റുകൾ, നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, XOR, NAND, NOR, XNOR, then adders വരുമ്പോൾ ഹാഫ് ആർഡർ ഉണ്ട്, ഫുൾ ആർഡർ ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്സിൽ RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഗേറ്റഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, JS ഫ്ലിപ്പ് ഫ്ലോപ്പ്, then counters, shift registers, then microcontroller included ആണ്. 8051 ആണ്. 8051 ആർക്കിടെക്ചർ, ഫീച്ചേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ A. ആനന്ദ് കുമാർ. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് നമുക്ക് എൻറ്റയർ കണ്ടന്റ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. ഇനി അടുത്തത് അതിൽ വരുന്ന ബാക്കി ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് ഫാമിലീസ്. അതിൽ SSI, MSI, LSI, VLSI ആൻഡ് ULSI, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലോജിക്, TTL ആൻഡ് ഷോർട്ട് കീ, TTL, inverters, emitter coupled logic, CMOS logic family, features of CMOS, then VIL, VH, VOL, VOH, noise margin, noise immunity, propagation delay, current sourcing and current sinking, fan in, fan out, power dissipation, semiconductor memory, RAM, ROM, working of ROM, working of dynamic memory, compare static RAM, dynamic RAM, flash ROM and NVRAM, SVRAM, then secondary memory വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ മെമ്മറിയിൽ മാഗ്നറ്റിക് ബബിൾ മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് ഡിജിറ്റലിൽ വരുന്നത്. ഇനി ടെലിവിഷനിൽ 10 മാർക്കാണ്. ടെലിവിഷൻ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ലൂമിനൻസ്, ക്രോമിനൻസ്, കോമ്പാറ്റിബിലിറ്റി, അഡിറ്റീവ് ആൻഡ് സബ്ട്രാക്റ്റീവ് മിക്സിംഗ് ഓഫ് കളേഴ്സ്, കളർ TV ക്യാമറ, വർക്കിംഗ്, ഡെൽറ്റ ഗൺ, ട്രിനിട്രോൺ, കളർ പിക്ചർ ട്യൂബ്, ബേസിക് കളർ TV സിസ്റ്റംസ് വരുന്നുണ്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് PL decoder, frequency interleaving, then PAL, D color TV receiver, AFT color encoder, color killer, color control HDTV, digital TV, NDSC, PAL, CCAM, modes of transmission, then satellite communication വരുന്നുണ്ട്, then antennas ന്റെ പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്താ ടെലിവിഷൻ എന്ന മൊഡ്യൂളിൽ വരുന്നത്. ഈ ടെലിവിഷൻ എന്റർടൈൻമെന്റ് ഇലക്ട്രോണിക്സിൽ വരുന്ന ഈ ടെലിവിഷൻ എന്ന മൊഡ്യൂൾ കംപ്ലീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. മോഡേൺ ടെലിവിഷൻ പ്രാക്ടീസ്, ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ബൈ RR ഗുലാറ്റി. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാം. ഇനി 9ാമത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് EM വേവ്സ് ഉണ്ട്, പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്സ്, മോഡുലേഷൻ വരുന്നുണ്ട്. ദെൻ നമുക്ക് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് pulse amplitude modulation, pulse code modulation, amplitude shift keying, frequency shift keying, BPSK, QPXK, offset PSK, BFSK, MSK, noises in communication system വരുന്നുണ്ട്. then വരുന്നത് physical concept of radiation of electromagnetic energy and radiation pattern വരുന്നുണ്ട്, point source, gain, power gain, directivity, aperture, effective area, radiation pattern, beam width, radiation angle, radiation resistance, types of antenna, അതിൽ half wave dipole,
ഫോൾഡഡ് ഡൈപോൾ, യാഗി യൂഡൈ ആന്റിന, മാക്രോണി ആന്റിന, റോംബിക് ആന്റിന, പാരബോളിക് ആന്റിന, ആന്റിന അറേസ് വരുന്നുണ്ട്. അതിൽ എൻ ഫയർ അറേ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ആന്റിന വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് കെനഡീസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ജോർജ് കെനഡിയുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എൻറ്റയർ കണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എൻറ്റയർ കണ്ടന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇനി 10 മാർക്കിന്റെ 10ാമത്തെ മൊഡ്യൂൾ മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അതിന്റെ ആർക്കിടെക്ചർ, 8051ന്റെ ഫീച്ചേഴ്സ്, ആർക്കിടെക്ചർ, മെമ്മറി ഓർഗനൈസേഷൻ, പ്രോഗ്രാം മെമ്മറി, ഡേറ്റ മെമ്മറി, റാം സ്ട്രക്ചർ, രജിസ്റ്റേഴ്സ്, ദെൻ രജിസ്റ്റർ ബാങ്ക്സ്, ഫങ്ഷണൽ രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഫ്ലാഗ്, ആർക്കിടെക്ചർ ഓഫ് പോർട്ട്, ടൈമർ, കൗണ്ടർ, ഡിഫറെന്റ് മോഡ്സ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഡിഫറെന്റ് മോഡ്സ്, എസ് ബഫർ, ഇന്ററപ്റ്റ്, എക്സ്റ്റേണൽ റോം ആൻഡ് റാം ഇന്റർഫേസിംഗ്, അഡ്രസ്സിംഗ് മോഡ്സ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. 8051ന്റെ മൈക്രോ കൺട്രോളർ ആൻഡ് എംബഡഡ് സിസ്റ്റം ബൈ മുഹമ്മദ് അലി മസ്ജിദി. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സാമിന്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺസെപ്റ്റുകൾ പഠിച്ചു പോകാം. ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടെക്-പിഎസ്സിയിൽ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ്സസ് കിട്ടും, ലൈവും കിട്ടും, റെക്കോർഡഡും കിട്ടും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് അവൈലബിൾ ആണ്. ടോപ്പിക് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടെക്-പിഎസ്സിയുടെ കോഴ്സ് ആക്സസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ടെക്-പിഎസ്സിയുടെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ടെക്-പിഎസ്സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ആക്സസ് ചെയ്യുന്ന, യൂട്യൂബിൽ നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഉപയോഗം വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ലൈവുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ് ഡയറക്റ്റ് ആയിട്ട് ലൈവ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിലെ ലിങ്ക് യൂസ് ചെയ്ത് ആ ഒരു ചാനലിലോട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ ലൈവിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻഫോം ചെയ്യും. പിന്നെ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് അപ്ഡേറ്റുകൾ, ബാക്കി ഫ്രീ നോട്ട്സുകൾ ഒക്കെ നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക്-പിഎസ്സിയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക്